ഡിക്ലൈൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ അല്ല സർവീസിനെ അല്ല ഒരു ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ബിസിനസ്സിനെ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്താണെന്നറിയോ? അവിടെ വെച്ച് അത് ചെയ്താലുള്ള കുഴപ്പം, ഇവിടെ വെച്ച് നിങ്ങൾ ഉണ്ടാക്കിയ പൈസ ഇവിടെ കൊണ്ടുപോയി കളയും. എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും കാശുണ്ടാക്കിയിട്ടുള്ളവരാ ബിസിനസ്സിൽ നിന്ന്. അതെവിടെ പോയി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇത്. അതെവിടെ പോയി എന്ന ചോദ്യം നമ്മൾ ആരും ദൂർത്തടിച്ച് കളഞ്ഞതല്ല, നമ്മൾ ആരും എന്റർടൈൻമെന്റിന്റെ പുറകിൽ പോയി കളഞ്ഞതല്ല, നമ്മൾ ആരും ചീട്ട് കളിച്ചോ കള്ളു കുടിച്ചോ കളഞ്ഞ കാശല്ല. ബിസിനസ് തന്ന കാശ് ബിസിനസ് തന്നെ കൊണ്ടുപോയതാ. എന്താ പറ്റിയേ? ഡിക്ലൈൻ സ്റ്റേജിൽ സ്കെയിലപ്പ് ചെയ്യാൻ ശ്രമിച്ചു. പ്രൊഡക്റ്റ് സർവീസ് ബിസിനസ് ഡിക്ലൈൻ സ്റ്റേജിൽ നിൽക്കുന്നു. ലോകത്തെ ഏറ്റവും മികച്ച സെയിൽസുകാരനെ നിങ്ങൾ എംപ്ലോയി ആയിട്ട് കൊണ്ടുവരുന്നു. എന്തിന്? എന്ത് കാര്യത്തിന്? അവൻ എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിക്ക് വിരുദ്ധമായി അവനൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ അവൻ ഇങ്ങോട്ട് വന്നിട്ട് അവൻ അങ്ങ് തകർത്ത് കളയും എന്ന. അവൻ വന്നിട്ട് കുറച്ച് ഗിമിക്സ് കാണിക്കും. നിങ്ങളുടെ മരണം വലിച്ചു നീട്ടി കൊണ്ടുപോകാൻ പറ്റും. നിങ്ങളുടെ ബിസിനസിന്റെ മരണം വലിച്ചു നീട്ടി കുറച്ച് നാളൂടെ നിങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട്, മാർക്കറ്റിന്റെ കണ്ണിൽ പൊടിയിട്ട് അവൻ കുറച്ച് നാൾ ഇതിൻ്റെ അകത്ത് ഇരുന്ന് തിന്നും. അത്രയേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തൊന്നും സംഭവിക്കും. ഈ സ്റ്റേജിൽ വരുന്ന സമയത്ത് മിക്ക ബിസിനസ്സുകാരും ചെയ്യുന്ന പരിപാടി, അവര് ഒരു വ്യക്തിയെയോ സെയിൽസിനെയോ പ്രൈസിങ് സ്ട്രാറ്റജിയോ വെച്ച് ഇതിനെ ഓവർകം ചെയ്യാൻ ശ്രമിക്കും. അതൊരു പുതിയ ഹയറിംഗ് നടത്തിയിട്ടായിരിക്കും, അതല്ലെങ്കിൽ സെയിൽസിൽ എന്തെങ്കിലും എങ്ങനെങ്കിലും സെയിൽസ് ഒന്ന് കൂട്ടണം സാറേ. ഇവരുടെ വിചാരം സെയിൽസ് കുറഞ്ഞതാണ് ഇവരുടെ പ്രശ്നമെന്നാണ്. സെയിൽസ് കുറയുകയും ചെയ്തു, പ്രോഫിറ്റും കുറയുകയും ചെയ്തു, കോസ്റ്റ് കൂടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്ന് ഇവർ ചിന്തിക്കുന്നില്ല. ഇവരുടെ വിചാരം പഴയ പോലെ സെയിൽസ് ടീം പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പഴയ പോലെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ റൺ ആവുന്നില്ല എന്നുള്ളതാണ്. നോ നോ, യു ഹാവ് എൻറ്റേർഡ് ദ ഡേഞ്ചർ സോൺ, ദ ഡെഡ് ലൈൻ, ഡിക്ലൈൻ സ്റ്റേജ്. ഇവിടെ പ്രൊഡക്റ്റിന്റെ ഭംഗി കൂട്ടിയിട്ടോ പ്രൊഡക്റ്റ് ബെറ്റർ ആക്കിയിട്ടോ ഒരു കാര്യമില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പർപ്പസ് അവിടെ നടക്കില്ല. നിങ്ങൾ ഇവിടെ വെച്ച് എന്തൊക്കെ ഗിമിക്സ് കാണിച്ചാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെങ്കിലും ഈ താഴോട്ടുള്ള പോക്ക് കുറച്ച് നാളുകൊണ്ട് ഇങ്ങോട്ട് നീട്ടിക്കൊണ്ടുപോവാ, എന്നിട്ട് താഴോട്ട്. ഈ നീട്ടിക്കൊണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്നറിയോ? റോളിംഗ് ആയിരിക്കും ഇവിടെ വെച്ച് നടക്കുന്നത് മുഴുവൻ. ഈ റോളിംഗ് സമയത്ത് എന്തുണ്ടാകും? ഇവിടെ ഉണ്ടാക്കിയ കാശും കൂടെ ഇവിടെ കൊണ്ടുപോയി നശിപ്പിക്കും. അപ്പോഴാണ് വീട് പണയം വെച്ചിട്ട് ബിസിനസ്സിലേക്ക് കാശിറക്കുന്നത്. അപ്പോഴാണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കാശിറക്കുന്നത്. എന്ത് സംഭവിക്കും? അതും കൂടെ തീർന്ന് കടക്കാരനായി മാറും. ഏതൊക്കെ ബിസിനസ്സുകാർ കടക്കാരായിട്ടുണ്ടോ അവരെല്ലാം മിസ് മാനേജ്മെന്റിൽ കൂടിയാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. അവരുടെ ചിന്തകളിലായിരുന്നു പ്രശ്നം, പ്രവൃത്തിയിലല്ല. ഞാൻ ഒന്നും ചെയ്തില്ല സാറേ. സത്യമാണ്, നീ ഒന്നും ചെയ്തില്ല, നീ തെറ്റൊന്നും ചെയ്തില്ല. നീ ചിന്തിക്കാതെ പ്രവർത്തിച്ചു, അത് മാത്രമാണ് നീ ചെയ്ത തെറ്റ്. നീ മനസ്സിലാക്കിയില്ല ഇങ്ങനൊരു സ്റ്റേജ് ഉണ്ട് എന്ന്. അപ്പോ ഇത് ഡിക്ലൈൻ സ്റ്റേജിൽ നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നിൽക്കുന്നവരോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, അതിവിദൂരമല്ല അങ്ങോട്ടേക്കുള്ള യാത്ര. അപ്പോ എന്താണ് ഈ സ്റ്റേജിൽ നിൽക്കുന്നവർ ചെയ്യേണ്ടത്? ഇങ്ങോട്ട് ശ്രദ്ധിച്ച് കേട്ട് ഇവിടേക്ക് എത്തുമ്പോൾ നമ്മളുടെ ആ സുവർണ കാലഘട്ടം അവസാനിച്ചു എന്ന് നമ്മൾ സമ്മതിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ അറിയാം നമ്മൾ ഡിക്ലൈൻ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന്. ഇവിടെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഇതൊക്കെ ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ് സ്റ്റേജ്. ഇവിടെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആവും. ഫ്രസ്ട്രേറ്റഡ് ആയി കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അതുകൊണ്ടാണ് ഫ്രസ്ട്രേഷൻ കൂടുന്നത്. ഇതൊക്കെ വരുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ചിന്തകൾ തലയിലേക്ക് വരില്ല. എന്ത് തീരുമാനിച്ചാലും, എന്ത് ചെയ്താലും, എന്ത് ചിന്തിച്ചാലും അതെല്ലാം അമ്പേ പരാജയപ്പെട്ടു പോകും. കാരണം യു ആർ സ്ട്രെസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്ത് ആ സ്റ്റേജിൽ നിൽക്കുമ്പോൾ കാശ് പോയിക്കൊണ്ടിരിക്കുന്നു, സെയില് കയറുന്നില്ലെങ്കിൽ ആകെ ഭ്രാന്ത് പിടിക്കും. ഈ സമയത്ത് ഇന്നോവേഷൻ വർക്കൗട്ട് ആവില്ല. ഇപ്പം ആ സ്റ്റേജിൽ ഓൾറെഡി എത്തിയവർക്ക് ഇതല്ലാതെ വേറെ ഒരു മാർഗവും ഇല്ലേ. ഈവൻ ഈ സ്ട്രെസ്ഡ് ആണെങ്കിൽ പോലും ഇന്നോവേറ്റ് ചെയ്ത് പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ച് ഇവിടെ എത്തിക്കോണം. അതിനെ എങ്ങനെയെന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പോവാം. എത്തിക്കോണം. അതല്ല, അവിടേക്ക് എത്താൻ പോകുന്നവരോട് ഒരു കാര്യം, എപ്പോഴാണ് നമ്മുടെ ബിസിനസ്സിൽ ഇന്നോവേഷൻ കൊണ്ടുവരേണ്ടത്? ബിസിനസ്സിൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്റ്റിലും സർവീസിലും ഇന്നോവേഷൻ കൊണ്ടുവരേണ്ടത് എവിടെ, ഏത് സ്റ്റേജിൽ? മെച്യൂരിറ്റി സ്റ്റേജിൽ
എത്തുമ്പോഴാണ് യു ഹാവ് ടു ഇന്നോവേറ്റ്. ഡിക്ലൈൻ സ്റ്റേജിലല്ല ഇന്നോവേറ്റ് ചെയ്യേണ്ടത്, മെച്യൂരിറ്റി സ്റ്റേജിൽ. കാരണം ഈ സമയത്ത് നമ്മുടെ ഈ പ്രോഫിറ്റ് ഉണ്ട്, ഈ സമയത്ത് നമ്മുടെ കാശുണ്ട്, ഈ സമയത്ത് നമ്മളുടെ സുവർണ കാലമാണ്. ഈ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, എന്തും ചെയ്യാനും ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരുത്താനുള്ള ഒരവസരം ഇവിടെ ഉണ്ട്. കാരണം നമ്മൾ പഠിച്ചു, ഒരു സാധനം ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ചെലവ് കൂടുതലായിരിക്കും, വരവൊന്നും ഉണ്ടാവത്തില്ല. ഈ ചെലവിനെ അല്ലെങ്കിൽ വരവില്ലായ്മയെ, ആ ലോസ് മേക്കിംഗ് പ്രൊഡക്റ്റിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? സെയിൽസും ഇല്ല. ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? ആദ്യം ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ്, ഇത് പുതിയ പ്രൊഡക്റ്റ് ആണ്, ആദ്യം ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉള്ളത് കൊണ്ട് ഇത് നമുക്ക് സഹിക്കാൻ പറ്റും. അതേസമയം ഈ മൊത്തത്തിൽ ഇവിടെ എത്തി സ്റ്റാഫിന് സാലറി കൊടുക്കാൻ പൈസയില്ല, സപ്ലയേഴ്സിന് പൈസ കൊടുക്കാനുണ്ട്, മാർക്കറ്റിൽ പൈസ കൊടുക്കാനുണ്ട്, കടക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്, ബാങ്കിൽ പൈസ അടയ്ക്കാനുണ്ട്. ഈ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇന്നോവേഷന് പോയാൽ ഈ പറഞ്ഞ ഒരു ദുർഘടമായ ഒരു സ്റ്റേജ് ഉണ്ട്, ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്. ഇത് ഓവർകം ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരിക്കൽ പരാജയപ്പെടുന്ന ബിസിനസ്സുകാരൻ ആദ്യത്തെ ബിസിനസ് രക്ഷപ്പെടുത്തിയ സ്കില്ലില്ലേ, ആ സ്കില്ല് വെച്ചിട്ട് നിങ്ങൾക്ക് ഇനി ഒരു തിരിച്ചറിവ് പറ്റില്ല. നൗ നിങ്ങളുടെ ലീഡർഷിപ്പിൽ അത്രയും സ്കിൽഫുൾ ആണെങ്കിൽ മാത്രം കഴിഞ്ഞ ബിസിനസ് അല്ലെ കഴിഞ്ഞ പ്രൊഡക്റ്റ് വിജയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു. ഇനി ഒരു സാധനം വിജയിപ്പിച്ചെടുക്കണമെങ്കിൽ കഴിഞ്ഞ പ്രൊഡക്റ്റ് വിജയിപ്പിച്ച അത്രയും സ്കില്ല് പോരാ, അതിന്റെ ഒരു 5 ഇരട്ടി സ്കില്ല് നിങ്ങൾക്ക് വേണം. അതുകൊണ്ടാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ലേണിംഗ് തിങ് ആയിരിക്കണം ഫോർ ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും നമ്മുടെ ബിസിനസ് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ പ്രൊഡക്ട്സ് ഈ സ്റ്റേജ് പടപടപടേന്ന് കടന്നു പോവാം. ചിലപ്പം വിത്തിൻ വീക്സ്. ഇവിടെ നിന്നിരുന്ന പല പ്രൊഡക്ട്സും മാർച്ച് 26 2020 മാർച്ച് 26 ഒറ്റ രാത്രി കൊണ്ട്, അപ്പൊ ഇവിടെ നിൽക്കുമ്പോ എന്താ ചൂടപ്പം പോലെ വിറ്റോണ്ടിരിക്കുകയാണ്. കോവിഡ് എന്ന് പറയുന്ന ലോക്ക്ഡൌൺ വന്നതോടുകൂടി ഒറ്റ രാത്രി കൊണ്ട് ചൂടപ്പം പോലെ വിറ്റുകൊണ്ടിരുന്ന പല പ്രൊഡക്ട്സും ഡെഡ് സ്റ്റോക്കായി മാറി. അതുകൊണ്ട് അതിന് വലിയ താമസമൊന്നുമില്ല, ചിലപ്പോ ഒറ്റ രാത്രി മതിയായിരിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. മാസങ്ങളെടുത്താണ് ഈ സ്റ്റേജ് ഇങ്ങനെ കടന്നു പോകുന്നത്. പക്ഷെ ബിസിനസ്സുകാരൻ ഇത് സമ്മതിക്കത്തില്ല, അവൻ ഇത് അംഗീകരിക്കത്തില്ല. ഇത് എപ്പോഴാണ് ഇത് മനസ്സിലാവുന്നത്? എന്റെ ബിസിനസ് ഡിക്ലൈൻ ആകുന്നു, ഞാൻ കോരുന്ന ബക്കറ്റിന്റെ അകത്ത് ലീക്കുണ്ട്, ഇതിന്റെ അകത്ത് വെള്ളം കിട്ടുന്നില്ല, ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കുറയുന്നു എന്ന് എപ്പോഴാണ് മനസ്സിലാവുന്നത്? വെൻ യു ഒപ്റ്റിമൈസ്. എന്തുകൊണ്ടാണ് എല്ലാ മാസവും നിങ്ങൾ അക്കൗണ്ടന്റിന്റെ കൂടെ ഇരിക്കണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ ദിവസവും നിങ്ങൾ നിങ്ങളുടെ നമ്പേഴ്സ് നോക്കണമെന്ന് പറയുന്നത്? അത് നോക്കുമ്പോൾ അറിയാം, അതിൽ നിന്ന് മാത്രമേ, ഡേറ്റയിൽ നിന്ന് മാത്രമേ അറിയാൻ പറ്റൂ പ്രൊഡക്റ്റും സർവീസും ഏത് സ്റ്റേജിൽ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന്. അല്ലാതെ ചുമ്മാ പുറമേ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ച പ്രൊഡക്റ്റായത് നമ്മളുടെ സ്വന്തം കുഞ്ഞിനെ പോലെയാ, അത് മരണത്തിലേക്ക് പോവുകയാണെന്ന് ഒരച്ഛനും അമ്മയും സമ്മതിക്കത്തില്ല, ആരും സമ്മതിക്കത്തില്ല. കാരണം അതെന്നും നമ്മുടെ കുഞ്ഞാണ്. ആ ഇമോഷൻ വെച്ചിട്ടല്ല ഡിസിഷൻ എടുക്കേണ്ടത്, ഡേറ്റ ബേസ്ഡ് ഡിസിഷൻ. അങ്ങനെ ഞാൻ സെയിൽസ് ട്രെയിനിങ് എന്ന് പറയുന്ന ഒരു ഇന്നോവേഷൻ കൊണ്ടുവരുന്നു. അനിൽ ബാലചന്ദ്രൻ ദ സെയിൽസ്മാൻ ആദ്യം വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഒരു 6 മാസം കംപ്ലീറ്റ് സ്ട്രഗിൾ, സെയിലില്ല, ഇൻകം ഇല്ല, പ്രോഫിറ്റ് ഇല്ല. പക്ഷെ ആള് കൂടിക്കൊണ്ടേയിരിക്കുന്നു, എന്റെ വ്യൂവേഴ്സ് വാട്സപ്പ് ഗ്രൂപ്പിൽ കൂടിക്കൊണ്ടേയിരിക്കുന്നു. അവിടെ നിന്ന് എനിക്ക് ഒരു പോയിന്റ് കിട്ടി. ഷാജഹാൻ സാർ ഒരു 1 ഡേ ട്രെയിനിങ്, 40,000 രൂപ ഇൻകം, ഗ്രോത്ത് സ്റ്റേജ്, കയറി പോകുന്നു. ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് എനിക്ക് എല്ലാ ദിവസവും സ്റ്റാഫ് ട്രെയിനിങ്, SBIയുടെ ട്രെയിനിങ്, LICയുടെ ട്രെയിനിങ്, ആ ട്രെയിനിങ്, ഈ ട്രെയിനിങ്, അതുകൂടാതെ ഞാൻ പബ്ലിക് ട്രെയിനിങ്ങും നടത്തുന്നു. മെച്യൂരിറ്റിയുടെ പീക്കിലെത്തി. കേരളത്തിൽ ഒരൊറ്റ സെയിൽസ് ട്രെയിനർ മാത്രം. പക്ഷെ അന്ന് ഞാൻ കണ്ടു മെച്യൂരിറ്റി സ്റ്റേജിന്റെ പ്രത്യേകത എന്താണെന്നറിയാവോ? ശ്രദ്ധിച്ച് കേക്ക്. ഈ സമയത്തുമ്പോ മാർക്കറ്റിൽ അറിയാൻ പറ്റും ദാറ്റ് ഹി ഈസ് മേക്കിംഗ് മണി ഡൂയിങ് സംതിങ്.
അവൻ എന്തോ ചെയ്ത് കാശുണ്ടാക്കുന്നു എന്ന് മാർക്കറ്റിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങും. നമ്മൾ ഈ മെച്യൂരിറ്റി സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, മെച്യൂരിറ്റി സ്റ്റേജിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? there starts copycats. കോപ്പി അടിക്കാൻ തുടങ്ങും മറ്റുള്ളവർ നമ്മളെ. കോപ്പി അടിക്കാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കും ആരിഫേ? കോമ്പറ്റീഷൻ കൂടി. ഇവൻ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും? നമ്മളുടെ അതേ പ്രൊഡക്റ്റ് അവൻ ഇൻട്രൊഡ്യൂസ് ചെയ്യും. പ്രത്യേകത എന്താ? വില കുറച്ചിട്ട് ആ നിമിഷം മാർക്കറ്റിൽ പുതിയൊരാൾ വരുന്നു, പുതിയ ആളുകൾ വരുന്നു, ഒരാളല്ല, ആളുകൾ വരുന്നു. ആൻഡ് ഇത് സ്റ്റാർട്ട്സ് ഡിക്ലൈനിങ്. എനിക്ക് ഒരു ദിവസം 3 എൻക്വയറി എങ്കിലും ഡെയിലി വന്നുകൊണ്ടിരുന്ന സമയം 2019 മിനിമം 3 എൻക്വയറി ഒരു ദിവസം വരുമായിരുന്നു. സ്റ്റാഫ് ട്രെയിനിങ്ങിന് വേണ്ടി, സെയിൽസ് ട്രെയിനിങ്ങിന് വേണ്ടി. അടുത്ത ട്രെയിനിങ് എന്നാ സാറേ എന്ന് ചോദിച്ചു. മിനിമം 3 എൻക്വയറി. ഞാനത് മനസ്സിലാക്കി. എൻക്വയറിയുടെ എണ്ണം കുറയുന്നു. ഞാൻ സോഷ്യൽ മീഡിയയിൽ തിരയാൻ തുടങ്ങിയപ്പോഴത്തേന് സെയിൽസ് ട്രെയിനർമാർ പല സ്ഥലത്തു നിന്ന് തലവെക്കുന്നു. പല മറ്റ് ട്രെയിനിങ് ടോപ്പിക്കുകൾ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് സെയിൽസ് ടോപ്പിക്ക് പറയാൻ തുടങ്ങുന്നു. ഞാൻ പീക്കിലാണ്, ഞാൻ നമ്പർ 1 ആണ്. നമ്പർ 1 എന്റെ പീക്കിൽ. ആൻഡ് ഐ എം മേക്കിംഗ് ഗുഡ് എമൗണ്ട് ഓഫ് മണി ഔട്ട് ഓഫ് ദാറ്റ്. അന്നെടുത്ത തീരുമാനമാണ്. എനിക്ക് എൻക്വയറി കുറഞ്ഞു എന്ന് തീരുമാനിച്ച, അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ അന്നെടുത്ത തീരുമാനമാണ്. ഇവിടെ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഇവിടെ എനിക്ക് പ്രോഫിറ്റ് നല്ല രീതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, പക്ഷെ എനിക്ക് ലീഡ്സ് കുറയുന്നു. വിളിക്കുന്ന ആളുകൾ ബാർഗെയിൻ ചെയ്യാൻ തുടങ്ങും. ഓയോ 2 ലക്ഷം രൂപയോ ഒരു ദിവസത്തെ ക്ലാസ്സിൽ, അത് വേണ്ട എന്ന് പറഞ്ഞിട്ട് അതേ ക്ലാസ്, എനിക്കിപ്പോഴും ഓർമ്മയുള്ളത് ഏതോ ഒരു മഹാലക്ഷ്മി സിൽസോ തൊടുപുഴയുള്ള ഒരു ടെക്സ്റ്റൈൽസ്, ആ ടെക്സ്റ്റൈൽസിന്റെ ഓണറുമായിട്ട് സംസാരിക്കുന്ന കേട്ട അന്ന് ഞാൻ തീരുമാനിച്ചു എനിക്ക് കോപ്പി ക്യാറ്റ്സ് ഉണ്ടായെന്നും. എനിക്ക് അന്ന് മാത്രമല്ല, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ തൊടുപുഴയിലെ ഒരു ടെക്സ്റ്റൈൽസിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അവിടുത്തെ സ്റ്റാഫ് ട്രെയിനിങ് ആണ്. നമുക്ക് വരുന്നു, 2 ലക്ഷം രൂപ പറയുന്നു. അപ്പം കോൺഫിഡൻസോട് കൂടിയാണ് പറയുന്നത്. കാരണം പറയുന്ന എമൗണ്ട് ആന്റണി സാർ, പവിഴം ആന്റണി സാറാണ് ഏറ്റവും കൂടുതൽ നെഗോഷിയേറ്റ് ചെയ്യുന്ന ആൾ. ആ മനുഷ്യൻ 1 രൂപ പോലും കുറയ്ക്കാതെ നമുക്ക് പൈസ തന്ന ആ സമയത്ത് ഈ തൊടുപുഴ മൂവാറ്റുപുഴയാണോ തൊടുപുഴയാണോ എനിക്ക് ഓർമ്മയില്ല, ഒരു ടെക്സ്റ്റൈൽസ് മഹാലക്ഷ്മി സിൽസോ അങ്ങനെ എന്തോ ഒരു പേരാ. അവര് വിളിക്കുന്നു, 2 ലക്ഷം രൂപ പറയുന്നു. ആ 2 ലക്ഷം പറഞ്ഞ ട്രെയിനിങ്ങിന്റെ ആ ദിവസം ഞാൻ നോക്കുമ്പോൾ മറ്റൊരു ട്രെയിനർ അവിടെ പോയിട്ട് ക്ലാസ് എടുത്തു. അബിയെ കൊണ്ട് ഞാനത് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ പോയി എടുത്ത ട്രെയിനിങ് 50,000 രൂപയ്ക്കാണ് അയാൾ ട്രെയിനിങ് എടുത്തത്. അതായത് എൻ്റെ 1/4 പൈസയ്ക്ക് സെയിൽസ് ട്രെയിനിങ് അവിടെ കൊടുക്കാൻ തുടങ്ങി. ആൻഡ് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫൈഡ് ആകുന്നു, കസ്റ്റമേഴ്സ് ഹാപ്പി ആകുന്നു. 1/4 വിലയ്ക്ക് എൻ്റെ പ്രൊഡക്റ്റ്, സെയിം പ്രൊഡക്റ്റിന്റെ കോപ്പി ക്യാറ്റ് കൊടുത്തപ്പോൾ അത് വാങ്ങിക്കാൻ മാർക്കറ്റിൽ ആളുണ്ട്. വിച്ച് മീൻസ് ഇനി എന്റെ സുവർണ കാലഘട്ടം അവസാനിച്ചു, ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. യു നോ സംതിങ്, ഒരാഴ്ചത്തേക്ക് ഞാൻ ഹിമാലയത്തിൽ പോയി. അവിടെ പോയി ഞാൻ ഒറ്റയ്ക്കാണ് പോയി. അവിടെ പോയിരുന്ന് ഈ ഹിമാലയത്തിലൊന്നും പോകണമെന്നില്ല ചിന്തിക്കാൻ കേട്ടോ. ഞാൻ ഇവിടെ കുഞ്ഞൂട്ടന്റെ കൂടെ കളിച്ചോണ്ടിരിക്കുമ്പോഴും ഞാൻ സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കും. മായ ഇവിടെ നിന്ന് ഒരു കാര്യം പറയുന്ന സമയത്തും ഞാൻ സ്ട്രാറ്റജിക് ആയിട്ട് ചിന്തിക്കും. എനിക്ക് അങ്ങനെ ചിന്തിക്കുന്നതിന് ഇന്നടത്ത് പോയാലേ പറ്റത്തുള്ളൂ, അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഈ സമയത്ത് എനിക്കൊന്ന് റിഫ്രഷ് ആകണം. ഞാൻ പോയി അവിടെ ഇരുന്ന് ഞാൻ അനൗൺസ് ചെയ്തു, നോ മോർ സെയിൽസ് ട്രെയിനിങ്. ഇനി അനിൽ ബാലചന്ദ്രൻ സ്റ്റാഫ് ട്രെയിനിങ് എടുക്കില്ല എന്ന് അവിടെ വെച്ച് അനൗൺസ് ചെയ്തു. ഞെട്ടിപ്പോയി. വലിയ സ്ലൈഡാ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ ഇടുന്നത്. ഇനി സ്റ്റാഫ് ട്രെയിനിങ് എടുക്കുന്നതല്ല എന്ന് നിങ്ങളുടെ സ്വന്തം അനിൽ ബാലചന്ദ്രൻ ഒപ്പ്. ഇങ്ങനെയായിരുന്നു ആ സ്ലൈഡ് ഞാൻ ഉണ്ടാക്കിച്ചത്. ഇനി ഞാൻ സ്റ്റാഫ് ട്രെയിനിങ് എടുക്കുന്നതല്ല എന്ന് നിങ്ങളുടെ സ്വന്തം അനിൽ ബാലചന്ദ്രൻ ഒപ്പ്. വൈ എന്ന് ഈ സാധനം മെച്യൂരിറ്റി സ്റ്റേജിലെത്തി അന്ന് ഞാൻ എൻ്റെ കപ്പല് കത്തിച്ചു. കാരണം എനിക്കറിയാം ഇനി അങ്ങോട്ട് ഞാൻ ഇവന്മാരോട് കോമ്പീറ്റ് ചെയ്യാൻ നിന്നാൽ ഈ ഉണ്ടാക്കിയ കാശ് മുഴുവൻ ഇവനോട് അടിച്ച് തീർക്കാനേ കാണത്തുള്ളൂ.
ഞാൻ അന്ന് പോയിരുന്നെങ്കിൽ രണ്ടാമത്തെ ഇൻസിഡന്റ് ഉണ്ടേ, ഒറ്റ ഇൻസിഡന്റിലല്ല, തൊടുപുഴ മാത്രമല്ല, ലുലുവിൽ നിന്ന് എനിക്കൊരു എൻക്വയറി വരുന്നു, എടപ്പള്ളി ലുലു. അത് എൻക്വയറി വരുന്നതിന് മുന്നത്തെ ദിവസം ഞാനും മായയും കൂടെ അവിടെ ചെന്ന സമയത്ത് ഇവന്മാർ ഓടി വരുന്നു. അവിടുത്തെ മാനേജേഴ്സ്, അയ്യോ അനിൽ സാറേ വാ സാറേ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ട് വരുന്നു. എന്നിട്ട് അവിടുത്തെ ലുലു സെലിബ്രേറ്റിലോ മറ്റോ കയറി അവർക്ക് സാരിയൊക്കെ മേടിക്കുന്നു. അപ്പോൾ ഇവൻ പോയിട്ട് അവിടുത്തെ HR മാനേജരെ വിളിച്ചോണ്ട് വരുന്നു, ഒരു രാജേഷ് വരുന്നു, ഇരുന്ന് സംസാരിക്കുന്നു. സാറേ, ഞങ്ങള് ഈ മാസം ഇന്ന ദിവസം ഒരു മാനേജേഴ്സ് ട്രെയിനിങ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, സാറിനെ ഇൻവൈറ്റ് ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. ഞാൻ പറഞ്ഞ അതിനെന്താ, നമുക്ക് ചെയ്യാം. അപ്പൊ എനിക്കും ഒരു സന്തോഷം, കാരണം ലുലുവിൽ ഇന്ന് വരെ ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അപ്പം എനിക്കും അതൊരു ബ്രാൻഡിങ് പൊസിഷനിങ്ങിനൊക്കെ സഹായിക്കുമല്ലോ. അപ്പം അവിടെ വെച്ച് തന്നെ അബിയുടെ അടുത്ത് വിളിച്ച് ഫോൺ കൈ കൊടുത്ത്, അബി സംസാരിച്ചോടാം, ഓക്കെ ഞങ്ങൾ അറിയിക്കാം എന്ന് പറഞ്ഞുകൊണ്ട്. എനിക്കിതുപോലെ കലി വേറെയില്ല. ഏത് അറിയിക്കാം എന്ന് പറഞ്ഞു പോയിട്ട് അതിനെക്കുറിച്ച് അപ്ഡേറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ എന്നും, ഒന്നാമത് ഈ മൂവാറ്റുപുഴയിലെ കേസ് തലേ കിടക്കുക. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, അബിയെ കൊണ്ട് ഡെയിലി ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവര് പറയാം തീരുമാനം ആയില്ല എന്ന് പറയുന്നു. പക്ഷെ ഞാൻ ഇവിടെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്, വേറെ ആരെങ്കിലും ആ ദിവസം ലുലുവി ട്രെയിനിങ് എടുക്കുന്നുണ്ടോ എന്ന്. ആൻഡ് ഐ ഫൗണ്ട് രഞ്ജിത്ത്, ബ്രഹ്മയുടെ രഞ്ജിത്തിനാണ് അന്നത്തെ ട്രെയിനിങ് കൊടുത്തത്. അന്ന് ഞാൻ തീരുമാനിച്ചു, ഇനി ഞാൻ പഠിപ്പിക്കുന്നെങ്കിൽ യൂസഫ് അലിയെ മാത്രമേ പഠിപ്പിക്കൂ. നീയൊക്കെ ഇനി തപസ്സിരുന്നാൽ കിട്ടില്ലടാ അനിൽ ബാലേന്ദ്രനെ എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു. വൈ? ഐ ഫൗണ്ട് കോപ്പി ക്യാറ്റ്സ്. രഞ്ജിത്ത് അവിടെ പോയി പഠിപ്പിച്ച ടോപ്പിക് എനിക്കറിയാം, മൂവാറ്റുപുഴയിലെ സെയിൽസ് ട്രെയിനിങ് എടുത്ത ടോപ്പിക് എനിക്കറിയാം. എന്റെ ടോപ്പിക്, എന്റെ പോയിന്റ്, ഞാൻ 1 ഡേ പ്രോഗ്രാമുകളിൽ എടുത്തോണ്ടിരിക്കുന്ന അതേ കോണ്ടന്റ് ഇവന്മാര് കോപ്പി അടിച്ച് 50,000 ഞാൻ പറഞ്ഞതിന്റെ 4/1 വിലക്ക് വിൽക്കുന്നു. ഞാനെന്താ മണ്ടന? ഇനി നിന്നോടൊക്കെ കോമ്പീറ്റ് ചെയ്യാൻ 2 ലക്ഷം രൂപയ്ക്ക് വിറ്റോണ്ടിരിക്കുന്ന എന്നെ 50,000 രൂപയിലേക്ക് വലിച്ചു താഴെ ഇടാൻ നിനക്കൊക്കെ നിന്ന് കളിച്ചു തരാൻ ഞാനെന്താ പൊട്ടന? ഓൺ ദാറ്റ് ഡേ ഡിസൈഡഡ്, ഇനിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച്, ഞാൻ അന്നത് നിർത്താതെ ഞാൻ അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ന് അനിൽ ബാലേന്ദ്രൻ ഉണ്ടോ? എന്തുകൊണ്ട് അനിൽ ബാലേന്ദ്രൻ ഉണ്ടായി? പീക്കിൽ കൊടുമുടിയിൽ നിന്ന സമയത്ത് കപ്പൽ കത്തിക്കാൻ തീരുമാനിച്ചതുകൊണ്ട്. അബിയൊക്കെ പേടിച്ചു പോയി. സാറേ എന്തുവാ സാറേ പറയുന്നേ? അത്താടാ തീരുമാനം, നീ ധൈര്യത്തെ ഇട് സാർ, ഒന്നുകൂടെ നീ ധൈര്യത്തെ ഇട്. ആദ്യം തുടങ്ങി എന്താണെന്നറിയോ? ഇൻട്രൊഡക്ഷൻ, 1-to-1 കൺസൾട്ടേഷൻ വിത്ത് ബിസിനസ് ഓണേഴ്സ്. 1-to-1 കൺസൾട്ടേഷൻ. ഇതിലാ ഞാൻ തുടങ്ങിയ. വെറും 5,000 രൂപ, 2 മണിക്കൂറിന് 5,000 രൂപ. മണിക്കൂറിന് 2,500 തുടങ്ങിയ പരിപാടിയാ. ഇന്ന് ഒരു ദിവസം ഞാൻ കോടികൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അന്നത് നിർത്തിയത് കൊണ്ടും ആ ചെറുതായിട്ട് ഞാൻ തുടങ്ങിയത് കൊണ്ടും. ഈ മണിക്കൂറിന് 2,500 മേടിക്കുമ്പോൾ ഇവരുമായിട്ട് ഞാൻ ഇരിക്കുന്ന ക്രൗൺ പ്ലാസയിലോ ഹോളിഡേ ഇന്നിലോ ആയിരിക്കും. അവിടുത്തെ ടീ കോഫി കൊടുക്കാനുള്ള പൈസയെ കിട്ടത്തുള്ളായിരിക്കും. പതുക്കെ കേറി പോയി. അങ്ങനെ കോവിഡ് വരുന്നു. ഇവിടെ ഇങ്ങനെ വന്ന്, പണ്ട് എനിക്ക് ഷാജഹാൻ കല്ലുപറമ്പിലായിരുന്നെങ്കിൽ ഇവിടെ എനിക്ക് കോവിഡ് ആയിരുന്നു, ഒരൊറ്റ കയറ്റം. പക്ഷെ കേറി 2023 അവസാനിപ്പിക്കാറായപ്പോ എനിക്ക് മനസ്സിലായി കസാഖ് ബെഞ്ചാലി എന്നെ കോപ്പി ഇടി. ഇതേപോലെ കമ്മ്യൂണിറ്റി തുടങ്ങും. പിന്നെ ആരണ്ടൊക്കെ കുറച്ച് പിള്ളേര് ഇതേപോലെ തന്നെ സെയിം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നു. നമ്മളിവിടെ ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അവർ ആഴ്ചയിൽ ശനിയാഴ്ച മാത്രം വെച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. എന്റെ 4/1 വിലയിലേക്ക് എത്തുന്നു. കിങ്സ് ക്ലബിന് ചലഞ്ച് ഉണ്ടാകുന്നു. ഇവിടെ വെച്ച് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ പ്രൊഡക്റ്റ് മെച്യൂരിറ്റി സ്റ്റേജിൽ എത്തുമ്പോൾ ഇറ്റ് വിൽ ബി എ ക്യാഷ് കൗ. എന്താ? നമ്മുടെ കറവ പശുവാണ്. നമുക്ക് കൃത്യമായി പാല് തന്നുകൊണ്ടിരുന്നോണ്ടിരിക്കുകയാണിത്. ഞാൻ എന്ത് തീരുമാനിച്ചു? ആദ്യം തവണ ഞാൻ മനസ്സിലാക്കി, സെയിൽസ് ട്രെയിനിങ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കോപ്പി ക്യാറ്റ്സ് കൂടുതലായിരിക്കും. കാരണം ഏതൊരുത്തനും സെയിൽസ് ട്രെയിനിങ് എടുക്കാം, ആർക്ക് വേണേലും സെയിൽസ് പഠിപ്പിക്കാം, പ്രത്യേകിച്ച് ഒരു ക്വാളിഫിക്കേഷനും വേണ്ട. റിസൾട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി. ബട്ട് ഏതൊരുത്തനും. മൂന്നാമതൊരു ഇൻസിഡന്റ് കൂടെ ഉണ്ടായിരുന്നു. അതേ ആഴ്ചയിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് അല്ലെങ്കിൽ 3 വർഷമായിട്ട് ഞാൻ മാത്രം പഠിപ്പിച്ചിരുന്ന സിൽവാൻ ടൈൽസിൽ മറ്റൊരു സെയിൽസ് ട്രെയിനറെ വിളിച്ചോണ്ട് വന്ന ഒരു ട്രെയിനിങ് എടുക്കുന്നു. ഞാനുമായിട്ട് ഇയർലി കോൺട്രാക്ട് ഉണ്ടേ. എന്നിട്ട് അതിൽ എന്തെങ്കിലും പുതുമ മറ്റേവരത് കാണും എന്ന് വിചാരിച്ച് മറ്റൊരുത്തനെ കൊണ്ടുവന്ന് അന്ന് ഫൈസിക്കായി വിളിച്ചു. ഫൈസിക്ക,
കോൺട്രാക്ട് നമ്മൾ അവസാനിപ്പിക്കാൻ പോവാണ്, ഇനി ഒരു 4 മാസത്തോണ്ട് ആ പേയ്മെന്റ് അവയിന്ന് തിരിച്ചിട്ട് തരും കേട്ടോ. അയ്യോ സാറേ, ഞാൻ പറഞ്ഞു അയ്യോ സിൽവാനുമായിട്ടുള്ള പ്രശ്നം വെച്ചിട്ടല്ല, ഫൈസിക്ക് എടുത്ത് ഇന്ന് അവിടെ ട്രെയിനിങ് നടന്നതിന്റെ പേരിലല്ല, ഞാൻ തീരുമാനിക്കുകയാണ് ഇനി ഞാൻ സ്റ്റാഫിനെ പഠിപ്പിക്കില്ല എന്ന്. അതിനുശേഷം നെസ്റ്റോ ബഷീറിക്ക നേരിട്ട് വിളിച്ചിരുത്തി എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് എന്നോട് റിക്വസ്റ്റ് ചെയ്തു, അല്ലേ സ്റ്റാഫിനെ ഒന്ന് പഠിപ്പിക്കുമോ, വളരെ അത്യാവശ്യം, വേറൊരാളെ എനിക്ക് ഈ അനിലിനെ പോലെ ഇക്കയുടെ മക്കളെ എനിക്കിതാ, ഇക്കയുടെ ഡയറക്ടേഴ്സിനെ എനിക്കിതാ, മരുമക്കളെ എനിക്കിതാ, ഓണേഴ്സിന്, സ്റ്റാഫിനെ ഞാൻ പഠിപ്പിക്കില്ല. അന്നെടുത്ത തീരുമാനമാണ്, ഇനി ഞാൻ പഠിപ്പിക്കുന്നെങ്കിൽ നാസറിന്റെയും ബഷീറിന്റെയും യൂസഫ് അലിയെയും ചിറ്റിലപ്പള്ളിയെ പഠിപ്പിക്കത്തുള്ളൂ എന്ന്, അവരുടെ സ്റ്റാഫിനെ പഠിപ്പിക്കില്ല എന്ന്. പക്ഷേ 2023 ഇവിടെ എത്തിയപ്പോ ഞാൻ കിങ്സ് ക്ലബ് എന്ന ക്യാഷ് ക്ലൗ ഉണ്ടാക്കിയെടുത്തു, ക്യാഷ് കൗ. ഇതിനെ ഞാൻ എന്തുകൊണ്ട് കൊന്നില്ല? ഞാൻ അന്ന് അനൗൺസ് ചെയ്തിരുന്നു ക്ലാസ്സിൽ, കിങ്സ് ക്ലബ്ബ് മിക്കവാറും ഈ വർഷം ഞാൻ നിർത്തും എന്ന് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടായിരിക്കും, 2023 മുജീബിക്കൊക്കെ ഓർമ്മയുണ്ടായിരിക്കും. അടുത്ത വർഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയാം എന്നാ പറഞ്ഞു. പക്ഷെ ഞാൻ മനസ്സിലാക്കി, മധുഭാസ്കരൻ സാറ് തുടങ്ങി, ഖസാഖ് പഞ്ചാലി തുടങ്ങി, ഇവർക്ക് ജനുവരി ഫെബ്രുവരി മാർച്ചിനപ്പുറത്തോട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റിയില്ല. കാരണം ദർ ഈസ് ആൻ എൻട്രി ബാരിയർ. അത്ര പെട്ടെന്നൊന്നും ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. അത്രയും കൺസിസ്റ്റന്റ് ആയി, ഡിസിപ്ലിൻഡ് ആയി, ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ. സോ ഇവരുടെ പരാജയം കണ്ടതുകൊണ്ട് മാത്രമാണ് കിങ്സ് ക്ലബിനെ ഞാൻ കൊല്ലാതിരുന്നത്, ഇല്ലെങ്കിൽ അന്നേ ഞാൻ കൊന്നേനെ. ആൻഡ് ഐ കീപ് ഇറ്റ് ആസ് എ ക്യാഷ് കൗ ആയിട്ട് നിലനിർത്തി. പക്ഷെ അത് വെച്ച് മാത്രം സ്കെയിലപ്പ് ചെയ്തു പോയാൽ ഇനിയും കോപ്പി ക്യാറ്റ്സ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയാണ് 2024 വി കെയിം അപ്പ് വിത്ത് കിങ് മേക്കേഴ്സ് ക്ലബ്. കിങ്സ് ക്ലബ് എന്ന ക്യാഷ് കൗ നിലനിർത്തിക്കൊണ്ട് തന്നെ വി കെയിം അപ്പ് വിത്ത് കിങ് മേക്കേഴ്സ്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജ്, ദെൻ അങ്ങോട്ട് കയറി. ഇപ്പോ കഴിഞ്ഞ ഒക്ടോബറിൽ EOS പഠിപ്പിച്ചതോടുകൂടി കിങ് മേക്കേഴ്സ് ബിക്കം മൈ നെക്സ്റ്റ് ക്യാഷ് കൗ. ഇതിവിടെ എത്തി പീക്കിലേക്ക്. ഇപ്പം കിങ്സ് ക്ലബ് ഇവിടെ നിൽപ്പുണ്ട്, കിങ് മേക്കേഴ്സ് ഇവിടെ നിൽപ്പുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഇനി തരാൻ പോകുന്നത് കിങ് മേക്കേഴ്സ് ആണ്, ഇവിടെ നിൽപ്പുണ്ട്. ആ സമയത്ത് ഐ കെയിം അപ്പ് വിത്ത് ദ നെക്സ്റ്റ് ഇന്നോവേഷൻ, ഇൻവെസ്റ്റേഴ്സ് ക്ലബ്. ഇപ്പൊ ഇവിടെ കിടക്കുക. ഇതിലേതെങ്കിലും ഒരെണ്ണത്തിന് എന്തെങ്കിലും സംഭവിച്ചാലും അടുത്തത് പൈപ്പ് ലൈനിൽ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. കിങ് മേക്കേഴ്സ് ഇവിടെ എത്തുന്ന സമയത്ത് കിങ്സ് ക്ലബ് ഇവിടെ, കിങ് മേക്കേഴ്സ് ഇവിടെ, അപ്പോ ഇൻവെസ്റ്റേഴ്സ് ക്ലബ് ഇവിടെ എത്തുമ്പോ ഐ വിൽ സ്റ്റാർട്ട് മൈ 1% ക്ലബ്. ഇവിടെ എത്തുമ്പോഴല്ല, വെള്ളത്തിൽ മുങ്ങിക്കഴിയുമ്പോഴല്ല മാസ്ക് തപ്പേണ്ടത്, ഓക്സിജൻ മാസ്ക് തപ്പേണ്ടത് ഇവിടെ മുങ്ങാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുന്ന് എടുത്തിടണം. വെള്ളത്തിന്റെ അടിയിൽ കിടന്നുകൊണ്ട് തപ്പിയിട്ട് എന്താ കാര്യം? ഇവിടുന്ന് പിടിക്കണം. അറിയുമേ? നിങ്ങൾക്ക് ഇന്ന് കോപ്പി ക്യാറ്റ്സ് കൂടുന്നുണ്ടെങ്കിൽ ചെവിക്കുന്നുള്ളിക്കോ, നിങ്ങൾ മെച്യൂരിറ്റി സ്റ്റേജിൽ നിന്ന്, അതിന്റെ പീക്കിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങിയിരിക്കും. സോ പ്ലീസ് ഡോണ്ട് വെയിറ്റ് ഫോർ ഡിക്ലൈൻ, ഇന്നോവേറ്റ് ഇൻ മെച്യൂരിറ്റി സ്റ്റേജ്. നിങ്ങളുടെ വിചാരം എന്താ? അവന്റെ പ്രൈസിനേക്കാൾ കുറച്ചു കൊടുത്താൽ നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്നോ? തീർന്നടാ. ആ ചിന്ത നിനക്ക് വന്നെങ്കിൽ നീ തീർന്നു. അതുകൊണ്ടാണ് അതിന്റെ പേര് പോവർട്ടി പ്രൈസിംഗ് സ്ട്രാറ്റജി. കോമ്പറ്റീറ്ററുടെ വിലയ്ക്ക് അനുസരിച്ച് നമ്മളുടെ വില കുറച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരാണ് പോവർട്ടി പ്രൈസിംഗ് സ്ട്രാറ്റജി, ദാരിദ്ര്യം പിടിച്ച പ്രൈസിംഗ് സ്ട്രാറ്റജി. ഇവിടെ നമുക്ക് മനസ്സിലായി തുടങ്ങും നമ്മുടെ ക്യാഷ് ഫ്ലോ കുറയുന്നതും പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ആരുടെയൊക്കെ ക്യാഷ് ഫ്ലോ കുറയുകയും സെയിൽസ് കുറയുകയും പ്രോഫിറ്റ് കുറഞ്ഞു വരുന്നുണ്ടോ, ഒന്നെങ്കിൽ ഡിക്ലൈനിലെത്തി, അല്ലെങ്കിൽ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ്? ഞാനിപ്പം ഇൻവെസ്റ്റേഴ്സ് ക്ലബ് അനൗൺസ് ചെയ്തു. ഞാൻ പറഞ്ഞിരിക്കുന്ന അടുത്ത ഒരു വർഷത്തേക്ക് ഈ 2026 ഒന്നും പ്രതീക്ഷിക്കുക, ഞാൻ ഒന്നും ചെയ്യാൻ പോകുന്നില്ല അതിൻ്റെ അകത്ത്. കാരണം എന്താണെന്നറിയോ? ഐ ആം ജസ്റ്റ് ഒപ്റ്റിമൈസിങ് ഇറ്റ്. അതിൻ്റെ അകത്ത് ഒപ്റ്റിമൈസ് ചെയ്ത് ഇപ്പൊ അതിൻ്റെ അകത്ത് 40 പേരുണ്ട്. അവരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് കുറച്ചുകൂടെ സ്ട്രോങ് ആക്കി അതിൻ്റെ അകത്ത് ആ ലീഡർഷിപ്പ് ഒക്കെ ബിൽഡ് ചെയ്ത് ഒരു സിസ്റ്റം ഒക്കെ കൊണ്ടുവന്ന് എന്നിട്ട് വേണം എനിക്ക് അതിനെ ചവിട്ടിക്കയറ്റാൻ. സോ ഈ സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ അകത്ത് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ അകത്ത് സെയിൽസ് കൂട്ടേണ്ടത്, നമ്മൾ അതിനെ പൊസിഷൻ ചെയ്യേണ്ടത്, നമ്മൾ അതിനെ മാർക്കറ്റ് ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ അകത്ത് ടീം ബിൽഡ് ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ അകത്ത് സിസ്റ്റം കൊണ്ടുവരേണ്ടത്, നല്ല സ്റ്റാഫിനെ കൊണ്ടുവരേണ്ടത്.
കിങ് മേക്കേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടിയ, ഇപ്പം കിങ്സ് ക്ലബിന്റെ അകത്തുനിന്ന് കിട്ടിയ ലീഡേഴ്സ് ആണ് പബ്ലു മോഹൻ, സാദിഖ്, അൻവർ, നാഗലക്ഷ്മി, സെബാസ്റ്റ്യൻ സാറ്, ശ്രീലില്, മനു, ഇവരൊക്കെ ആയിരുന്നു അതിന്റെ അകത്ത്. കിങ് മേക്കേഴ്സിലേക്ക് എത്തിയപ്പം അത് റോയ് ചേട്ടനായി, വിജയൻ ചേട്ടനായി, ഷുക്കൂറിക്കയായി, ആനന്ദായി, ഷിജു അഗസ്റ്റിനായി. ഇൻവെസ്റ്റേഴ്സ് ക്ലബിലേക്ക് എത്തിയപ്പോൾ അത് പ്രിംസനായി, അത് അജിത് ഓറഞ്ചായി, നാസറിക്കയായി, ഷാഫി ദിബാജായി, ഷമീറായി. ആർ യു ഫോളോയിങ് മീ? സോ ദ ബെസ്റ്റ് ടൈം ടു ഇന്നോവേറ്റ് ഈസ് ഇൻ യുവർ മെച്യൂരിറ്റി സ്റ്റേജ്. മെച്യൂരിറ്റി സ്റ്റേജിൽ വേണം ഇന്നോവേറ്റ് ചെയ്യാൻ. ഇവിടെ ഈ ഇന്നോവേഷൻ എന്ന് പറയുമ്പോൾ പ്ലീസ് 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 ലിസൺ ടു മീ. കാട് കയറി ഇന്നോവേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ ഈ പറഞ്ഞ ഒരു സാധനവും, അത് സെയിൽസ്മാൻ ടീം നിർത്തിയതായിക്കോട്ടെ, സെയിൽസ് ട്രെയിനിങ് നിർത്തിയതായിക്കോട്ടെ, കിങ്സ് ക്ലബ്ബ് തുടങ്ങി, കിങ് മേക്കേഴ്സ് തുടങ്ങി, ഇൻവെസ്റ്റേഴ്സ് തുടങ്ങി, യു നോ സംതിങ്, ഇത് മുഴുവൻ ചെയ്തത് സെയിം ടീമിനെ വെച്ചിട്ട്, സെയിം സ്റ്റാഫിനെ വെച്ചിട്ട്, സെയിം ഓഡിയൻസിനെ വെച്ചിട്ട്, സെയിം കസ്റ്റമറെ വെച്ചിട്ട്, സെയിം ഓഫീസ് വെച്ചിട്ട്, സെയിം ബ്രാൻഡ് നെയിം വെച്ചിട്ട്, സെയിം ആളുകളെ വെച്ചിട്ട്, ഒന്നിനും ഈ സെയിൽസ് ട്രെയിനിങ് നിർത്തി അതിൽ നിന്ന് കിങ്സ് ക്ലബ്ബ് തുടങ്ങി, അതിൽ നിന്ന് കിങ് മേക്കേഴ്സ് തുടങ്ങി, അതിൽ നിന്ന് ഇൻവെസ്റ്റേഴ്സ് തുടങ്ങി, ഇതിന്റെ ഒന്നും ഒരു സാധനം പോലും എക്സ്ട്രാ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ അധികം പൈസ മുടക്കാതെ, ഞാൻ ഉണ്ടാക്കിയ പൈസ ഒന്നും എനിക്ക് ചെലവാക്കാനുള്ളതല്ല, അതെനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാ എന്ന പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ₹1 ഞാൻ മുടക്കത്തില്ല. ഒരു പുതിയ സ്റ്റാഫിനെ ഞാൻ എടുക്കത്തില്ല. ഒരു പുതിയ ഓഫീസ് ഞാൻ തുടങ്ങത്തില്ല. ഒരു പുതിയ രജിസ്ട്രേഷൻ പോലും ഞാൻ നടത്തത്തില്ല. ഒരു പുതിയ സോഷ്യൽ മീഡിയ പേജ് പോലും തുടങ്ങില്ല. ഒരു പുതിയ കസ്റ്റമർ പുറകിന് പോലും ഞാൻ ഓടില്ല. എല്ലാം എക്സിസ്റ്റിംഗ് ടീം, എക്സിസ്റ്റിംഗ് ഓഫീസ്, എക്സിസ്റ്റിംഗ് കമ്പനി, എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്, എവറിത്തിങ് എല്ലാം സെയിം ആയിരിക്കും. ഓൺലി ചേഞ്ചിങ് ദ പ്രൊഡക്റ്റ്. അതിന്റെ പേരാണ് ശ്രദ്ധിച്ചു കേട്ടോണം, ഇതിന്റെ പേരാണ് റിസോഴ്സ്ഫുൾ തിങ്കിങ്. Resourceful thinking. What is it? Existing റിസോഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുതിയ സാധനം കൊണ്ടുവരുന്നു. പുതിയതില്ല. സെയിം സ്റ്റാഫ്, സെയിം കസ്റ്റമർ, സെയിം യൂട്യൂബ്, സെയിം സോഷ്യൽ മീഡിയ, സെയിം ഓഫീസ്, സെയിം എക്സിസ്റ്റിംഗ് റിസോഴ്സുകളെ ഉപയോഗിച്ചുകൊണ്ട് പുതിയൊരു സാധനം ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലേക്ക്, പുതിയൊരു പ്രൊഡക്റ്റോ സർവീസോ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്നതിന്റെ പേരാണ് റിസോഴ്സ്ഫുൾ തിങ്കിങ്. ഈ ഇന്നോവേഷൻ എന്ന് പറഞ്ഞ് അരുൺ VP ഒക്കെ എനിക്ക് പിടിച്ച് ഒറ്റടി കൊടുക്കാൻ തോന്നിയിട്ടുണ്ട്. ഇന്നോവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോകുന്നു, ബോംബെ പോകുന്നു, ഇതൊന്നും പോണ്ടെന്നല്ല പറയുന്നേ. അതൊക്കെ നിങ്ങൾ ചെലവാക്കി, നിങ്ങളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ ലക്ഷങ്ങളും കോടികളും മുടക്കി ചെയ്യേണ്ട കാര്യമാണ് എന്ന. നോ, സ്റ്റീവ് ജോബ്സ് ചെയ്തത് ഇത് തന്നെയാണ്. ജെഫ് ബസോസ് ചെയ്യുന്നത് ഇത് തന്നെയാണ്. സ്റ്റീവ് ജോബ്സ് കൊണ്ടുവന്ന സാധനത്തിന്റെ അകത്ത്, ആപ്പിളിന്റെ അകത്ത് ഇപ്പോഴും നിങ്ങൾ നോക്കിയാൽ മതി. ഞാനിപ്പോ എന്താ പറഞ്ഞേ, നമുക്ക് എന്തൊക്കെയാ ഉള്ളത്? കിങ്സ് ക്ലബ്, കിങ് മേക്കേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, 1% ക്ലബ്, 4 പ്രൊഡക്റ്റ്. ഐഫോൺ എന്താ, വാട്ട് ഈസ് ആപ്പിൾ? ഫോൺ, മാക്ബുക്ക്, എയർപോഡ് ആൻഡ് ഇത്രേ ഉള്ളൂ. iWatch, 4 പ്രൊഡക്റ്റ്. 4 പ്രൊഡക്റ്റ് ഉള്ള ആപ്പിൾ എന്ന ലോകോത്തര കമ്പനിക്ക് നല്ല വിവരമുള്ളവനെ എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴേ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസ് വളരെ കുറവായിരിക്കും. കാരണം എന്താ, ഇതിന്റെ അകത്ത് എണ്ണം കൂടിക്കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിന്റെ സർവീസിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് എവിടെ നിൽക്കുന്നത് ഒരു പിടിയില്ല. എനിക്ക് ആകെ 4 പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ, 3 മാർക്കറ്റിലുള്ളൂ. അതുകൊണ്ടാണ് ഇത് എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായിട്ട് ഡെയിലി ബേസിസിൽ എനിക്ക് അറിയാൻ പറ്റും. നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസും നിങ്ങൾക്ക് അറിയാത്ത എന്താണെന്നറിയോ? നിങ്ങളുടെ കയ്യിൽ 200 പേജിന്റെയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മെനു കാർഡ്. നിങ്ങളുടെ പ്രൊഡക്ട്സിന്റെ സർവീസിന്റെ എണ്ണം കൂടുതലാണെന്ന്. അതുകൊണ്ട് ഏത് പ്രൊഡക്റ്റാണ് ലാഭം കൊണ്ടു തരുന്നത്, ഏത് പ്രൊഡക്റ്റാണ് ലോസ് മേക്കിംഗ്, ഏത് പ്രൊഡക്റ്റാണ് ഡിക്ലൈനിൽ കിടക്കുന്നത്, ഒരു പിടിയില്ല നിങ്ങൾക്ക്. വിവരമുള്ള ഏത് ബിസിനസ്സുകാരനെ എടുത്തു നോക്കിയാൽ മതി, അവരുടെ പ്രൊഡക്ട്സുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. കാരണം
അതേത് ലൈഫ് സൈക്കിളിൽ കിടക്കുന്നു എന്ന് തിരിച്ചറിയണമെങ്കിൽ പ്രൊഡക്ട്സിന്റെ എണ്ണം കുറവ്. അതുകൊണ്ടാണ് KFCയിലെ പ്രൊഡക്ട്സിന്റെ എണ്ണം കുറവ്, അതുകൊണ്ടാണ് പിസ്സ ഹട്ടിലെ പ്രൊഡക്ട്സിന്റെ എണ്ണം കുറവ്, അതുകൊണ്ടാണ് ടെസ്ലയുടെ പ്രൊഡക്ട്സിന്റെ എണ്ണം കുറവ്, അതുകൊണ്ടാണ് ആപ്പിളിന്റെ പ്രൊഡക്റ്റ് വർഷത്തിൽ ഒരെണ്ണേ ഇറക്കൂ. ഇറ്റ്സ് എ ഡിഫറെന്റ് ഗെയിം. സോ എനിക്ക് വേണ്ടത് ഇന്നിപ്പോ അങ്ങോട്ട് പോയിരുന്നിട്ട് തലയും കുത്തിയിരുന്ന് പുതിയ കാശ് മുടക്കിയുള്ള ഒരു പരിപാടി ഇല്ല. റിസോഴ്സ്ഫുൾ തിങ്കിങ്. എന്താ അതിന്റെ പേര്? ഉറക്കെ പറഞ്ഞ്, റിസോഴ്സ്ഫുൾ തിങ്കിങ്. അപ്പൊ അങ്ങനെ ഇവിടൊക്കെ തന്നെ കാണുമല്ലോ. ഒത്തിരി പഠിക്കാനുണ്ട് കേട്ടോ, തുടങ്ങിയതേ ഉള്ളൂ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ.